കാലടി സംസ്കൃത സർവകലാശാലയിലെ മാർക്ക് നൽകലിൽ ഗുരുതരമായ വീഴ്ചകളും ദുരൂഹതകളും 2018 മുതലുള്ള ടാബുലേഷൻ രജിസ്റ്ററുകളിൽ ഉദ്യോഗസ്ഥർ ഒപ്പുവയ്ക്കാത്തതിൽ ദുരൂഹത, മാർക്ക് ക്രമക്കേടിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഗവർണർക്ക് നിവേദനവും ലഭിച്ചിട്ടുണ്ട്. ശാലിനിയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശാലിനി, ഈ കാലടി സംസ്കൃത സർവകലാശാലയിലെ മാർക്ക് ക്രമക്കേട് വലിയ ദുരൂഹതകളാണ് ഈ വിഷയത്തിൽ ഉള്ളത്. എന്തായാലും ശാലിനി, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് വാർത്തയുടെ വിശദാംശം? രാഗി, ഗുഡ് മോർണിംഗ്. ഉത്രാടദിന ആശംസകൾ നേരുകയാണ്. ഒപ്പം കാലടി സംസ്കൃത സർവകലാശാലയിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി കാലടി സംസ്കൃത സർവകലാശാലയിൽ ഈ മാർക്ക് വിവാദം തുടർന്ന് VC ഡോക്ടർ സിസ തോമസിനെതിരെ പ്രതിഷേധമുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ SFI നടത്തിയ ശവസംസ്കാര പ്രതീതി ഉണർത്തുന്ന രീതിയിലുള്ള പ്രതിഷേധം. ഇതിലേക്കൊക്കെ വഴിവെച്ചിട്ടുള്ളത് മാർക്ക് ദാനം അടക്കമുള്ള ചില കാര്യങ്ങളിലെ ക്രമക്കേടുകളും അതിൽ ഉയർന്നിട്ടുള്ള ചില അഴിമതികളും ആരോപണങ്ങളുമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ടാകുന്നത്. 2018 മുതൽ അവിടെ നടന്നിട്ടുള്ള പരീക്ഷകളിൽ, പ്രത്യേകിച്ച് ഡിഗ്രി പരീക്ഷകളാണ്, ആ ഡിഗ്രി പരീക്ഷകളിലടക്കം ടാബുലേഷൻ രജിസ്റ്ററുകളിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതടക്കം VC സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥകൾക്ക് വിഭിന്നമായി അസിസ്റ്റന്റ് മുതൽ ജോയിന്റ് രജിസ്ട്രാർ വരെയുള്ള ഉദ്യോഗസ്ഥർ സർവകലാശാലയിലെ 2018 മുതലുള്ള ടാബുലേഷൻ രജിസ്റ്ററുകളിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നുകൂടി കണ്ടെത്തുകയാണ്. അത് മാത്രമല്ല, ഈ മാർക്ക് നൽകിയതിലടക്കം ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം കൂടി ശക്തമാവുകയാണ്. ഈ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്കും ഒപ്പം തന്നെ സംസ്കൃത സർവകലാശാല VC കൂടിയായിട്ടുള്ള ഡോക്ടർ സിസ തോമസിനും പരാതി നൽകിയിട്ടുണ്ട്. അതിൽ ഏത് തരത്തിലുള്ള നടപടികൾ ഇനി ഗവർണർ അടക്കമുള്ളവർ സ്വീകരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാലടി സംസ്കൃത സർവകലാശാലയിൽ SFI നടത്തിയിട്ടുള്ള സമരം, അതിൽ പോലീസ് സ്വീകരിച്ചിട്ടുള്ള നിഷ്ക്രിയത്വ നടപടി, ഇതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചാൻസലർ കൂടിയായ ഗവർണർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ DGP വിളിച്ചു വരുത്തിയ നടപടികൾ ആരാഞ്ഞിട്ടുമുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ടാബുലേഷൻ നടപടിയിലടക്കം വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു പരാതി ഗവർണർക്ക് മുൻപാകെ ലോക് ഭവനിലേക്ക് എത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഗവർണറുടെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും 2018 മുതലുള്ള ടാബുലേഷൻ രജിസ്റ്ററുകളിലാണ് വീഴ്ചകൾ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് മുമ്പ് നൽകിയ മാർക്ക് ലിസ്റ്റിലെ മാർക്കും പിന്നീട് നൽകിയ മാർക്കുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ആ മാർക്കിൽ തന്നെ വലിയ രീതിയിലുള്ള വീഴ്ചകളും ഗുരുതര ക്രമക്കേടുകളും ഉണ്ടായിട്ടുണ്ട് എന്ന സ്ഥിരീകരണം കൂടി ഘട്ടത്തിൽ വരികയാണ്. അത്തരത്തിലുള്ള കണ്ടെത്തൽ കൂടി വന്നതോടുകൂടിയാണ് കൃത്യമായൊരു അന്വേഷണം വേണമെന്നൊരു ആവശ്യം കൂടി ഘട്ടത്തിൽ വരുന്നത്. എന്തായാലും കാലടി സംസ്കൃത സർവകലാശാലയിൽ മാർക്ക് ടാബുലേഷനിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വരുന്നു. നമുക്കറിയാം, SFIയുടെ ഒരു കോട്ടയം നോക്കി അവർ കരുതുന്ന സ്ഥലമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നൊരു ആവശ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്തായാലും അടിയന്തര നടപടി ലോക് ഭവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ VCയുടെ ഭാഗത്തു നിന്നും നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുകയാണ്. രാഖി, ശരി ശാലിനി, എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ശാലിനിയും നല്ല തിരക്കുള്ള മാർക്കറ്റിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ശാലിനി, ഓണമാണല്ലോ, ഇന്ന് ഉത്രാടമാണ്. എവിടെ വരെ എത്തി ഓണം? പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യം ഓണമാണ്. പക്ഷെ കാര്യമായ ആഘോഷമൊന്നുമില്ല. കാരണം കൂടെ ഉണ്ടായിരുന്ന ഒരു കൂടപ്പിറപ്പിനെ നഷ്ടപ്പെട്ട ഓണമാണ്. സ്വാഭാവികമായും അതിൻ്റെ ഒരു വിഷമം, സങ്കടം പേറുന്ന ഒരു ഓണം. കൂടാതെ തന്നെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ ഓണം ആണെങ്കിൽ പോലും രണ്ടിടത്തിരുന്ന് ഓണം ആഘോഷിക്കേണ്ട സാഹചര്യമായതിനാൽ അങ്ങനെ ഒരു കാര്യമായ ഓണാഘോഷം നമ്മൾ ഇത്തവണ നടത്തുന്നില്ല. പിന്നീട് ചില ആശുപത്രി കേസുകളും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ആശുപത്രിയിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. അപ്പോൾ അതുകൊണ്ടും ഓണം കാര്യമായിട്ട് ആഘോഷിക്കുന്നില്ല. ചെറിയൊരു സദ്യവട്ടം ഒരുക്കി അവർക്ക് നൽകുക എന്ന് മാത്രമാണ്. തിരുവോണ ഇരുവരും ഒന്നു ചേരുമ്പോൾ എപ്പോഴും ഓണമാണ്. ഈ ഓണം ആഘോഷിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ശാലിനി, അല്ലേ? അതെ അതെ, എന്തായാലും പുള്ളി ലീവിന് വരുമ്പോൾ അടിച്ചു പൊളിക്കട്ടെ, അല്ലേ? അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞു, ഒരുപാട് ആശുപത്രി കേസുകളും ഒക്കെയാണ്. എല്ലാം മാറട്ടെ, അവർ വളരെ ആരോഗ്യത്തോടു കൂടി മടങ്ങി വരട്ടെ. ഒപ്പം തന്നെ നമ്മുടെ ഒരു സഹപ്രവർത്തകന്റെ മരണം ഈ അടുത്തിടെയാണ് സംഭവിച്ചത്, നമ്മുടെ ക്യാമറാമാൻ അഭിജിത്തിന്റെ മരണം. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നഷ്ടത്തിന്റെ ഒരു ഓണം കൂടിയാണ്. തീർച്ചയായും ആ കൂടപ്പുറപ്പിന് നഷ്ടമായ ഒരു ഓണം കൂടിയാണ് ഞങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓണം വലിയ കാര്യമായൊന്നും ഞങ്ങളും ആഘോഷിക്കുന്നില്ല, അവനോടൊപ്പമാണ്.